10ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി യോഗ പരിശീലനവും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തെക്കി ബസാറിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യോഗ പരിശീലക ടി കെ ദീപ്തിയുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് നടന്നു. നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ആ ആരോഗ്യം വീണ്ടെടുക്കാനും ആ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാനും ഇന്ന് എല്ലാവരും യോഗ അഭ്യസിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗ. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് രാവിലത്തെ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്. രാവിലെ അതൊന്നൊരു അടുക്കള ജോലി ചെയ്യുന്നതിനിടക്ക് കണ്ടതാണ് TV-യിൽ. അപ്പോ അദ്ദേഹം രാവിലെ തന്നെ അത് ചെയ്യുകയാണ്. കാരണം നമ്മുടെ പഴയ കാലത്തെ യോഗ ആചാര്യന്മാരൊക്കെ നമ്മുടെ ജീവിത രീതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ യോഗ അഭ്യസിക്കുന്നതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും തന്നെ അത്തരം പ്രവൃത്തി ചെയ്യാൻ ഒന്നാമത് നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഫാസ്റ്റ് യുഗത്തിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ, പക്ഷെ സ്വന്തം ആരോഗ്യം നോക്കാൻ നമ്മൾ ഒരു മണിക്കൂർ പോലും മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഞാനിവിടെ സാറൊക്കെ പറഞ്ഞിട്ട് പലതവണ യോഗ അഭ്യസിക്കാവുന്നതാണ്. ദീപ്തിമേടുമായിട്ട് പലതവണ വന്നതാണ്, ഇവിടെ വരും ഒക്കെ ചെയ്യും. പക്ഷെ അത് അഭ്യസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യമായിട്ടുള്ള ആ ഒരു സന്തോഷം, സുഖം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ശാരീരികവും മാനസികവുമായ ക്ഷേമവും ഊർജ്ജവും നൽകുന്നു എന്നതാണ് യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം. 2014 ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം അംഗീകരിച്ചത്. ഇതിനെ തുടർന്ന് 160-ൽ പരം രാജ്യങ്ങൾ എല്ലാ വർഷവും ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കുന്നു. യോഗ സമൂഹത്തിനു വേണ്ടി എന്ന ആനുകാലിക പ്രസക്തിയുള്ള സന്ദേശമാണ് യോഗാ ദിനാചരണത്തിലൂടെ നൽകുന്നതെന്ന് ഡോക്ടർ കൃഷ്ണനാഥ പൈ പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ആരോഗ്യത്തെ, മനസ്സിനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്? ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. തനിക്കും സമൂഹത്തിനും എന്നുള്ളതാണ് യോഗയുടെ ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിൻ്റെ ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. നമുക്ക് ക്യാൻസർ പോലുള്ള, ഹൃദ്രോഗം പോലുള്ള പല രോഗങ്ങളെയും പ്രതിരോധിക്കുവാൻ വ്യായാമം വലിയ തോതിൽ ഉപകാരപ്പെടുന്നുണ്ട്. വ്യായാമം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വ്യായാമം നമുക്ക് സ്വീകരിക്കാം. നടത്തമാകാം, യോഗയാവാം, ക്രിക്കറ്റാവാം, സൈക്ലിംഗ് ആവാം, നീന്തലാവാം. ഇങ്ങനെ ഒട്ടനവധി മാർഗങ്ങൾ വ്യായാമത്തിനായിട്ട് നമുക്കുണ്ട്. 40 മിനിറ്റ് വ്യായാമം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങളെയും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അതിൽ ഇന്നത്തെ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ വളരെ തിടുക്കത്തിലുള്ള ജീവിതചര്യയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സമയം നമുക്ക് നിശ്ചയിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് യോഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. യോഗ ചെയ്യുമ്പോൾ രാവിലെ ഒരു 5:30 മണിക്ക് അല്ലെങ്കിൽ 5:30ക്കും 7:30ക്കും ഇടയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പ്രകൃതി വളരെ ശുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമയം എന്ന് പറയുന്നത്. അത് നാം ശ്വസിക്കുന്ന വായുവാണെങ്കിലും പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളാണെങ്കിലും എല്ലാം വളരെ ഫ്രഷായിട്ടുള്ള ഒരു സമയമാണ് രാവിലെ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ രാവിലെ വെളുക്കാൻ കാലത്താണ് നമുക്ക് യോഗയും വ്യായാമമൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി പങ്കാളിയും കേരള ഗവൺമെന്റിന്റെ നോഡൽ ഏജൻസിയുമായി പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിൽ ഇത്തവണ വിപുലമായ രീതിയിലാണ് യോഗാ ദിനാചരണവും ക്യാൻസർ ബോധവൽക്കരണവും നടന്നത്. ക്യാൻസർ ഭേദമായവരുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന അപൂർവം സ്ഥാപനങ്ങളിലൊന്നാണ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി. യോഗ ചെയ്യുന്നതിലൂടെ ക്യാൻസറിന്റെ പാർശ്വഫലങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും 1 മണിക്കൂറെങ്കിലും ദിവസവും ഇതിനായി മാറ്റിവെക്കണമെന്നും ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും പറഞ്ഞു. MCCS പ്രസിഡന്റ് ഡി കൃഷ്ണനാഥ പൈ അധ്യക്ഷത വഹിച്ചു. MCCS മെമ്പർ KN പുഷ്പലത, ഫോഴ്സ് വൈസ് പ്രസിഡന്റ് M നാരായണൻ മാസ്റ്റർ, MCCS ജോയിന്റ് സെക്രട്ടറി ദിലീപ് കുമാർ PM തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. യോഗ അഭ്യസിക്കുക, അസുഖങ്ങളെ മാറ്റി നിർത്തുക, മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും സന്തോഷപ്രദമാക്കുക. ദിവസവും 1/2 മണിക്കൂറെങ്കിലും യോഗക്കായി മാറ്റിവെക്കുക. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.